രമ്യയെ തൂക്കി ചുവന്ന കരങ്ങളോടെ ആര്? അമ്മായിച്ചൻ. വിവാഹത്തിന് മുമ്പുള്ള കാര്യങ്ങൾ വിവാഹത്തിന് ശേഷവും ചിലപ്പോൾ ചൂടാറാതെ നിൽക്കും. എന്തായാലും രമ്യയുടെ കഥ നമുക്കൊന്ന് കേൾക്കാം. മാഡം, എൻ്റെ പേര് രമ്യ. യഥാർത്ഥ പേരല്ല. എനിക്കിപ്പോൾ 25 വയസ്സുണ്ട്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. മാഡം, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അത്യാവശ്യം പാടും, ഡാൻസ് കളിക്കും, പിന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസിലും എനിക്ക് താല്പര്യമുണ്ട്. NCC പോലുള്ള മറ്റു പ്രവർത്തനങ്ങളിലും ഞാനുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രിക്കും PGക്കും ഞാൻ കോളേജിൽ നിറഞ്ഞു നിന്നിരുന്നു. ഒത്തിരി ആണുങ്ങൾക്ക് എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. എനിക്കാണെങ്കിൽ ആരെയും പിണക്കാൻ വയ്യാത്തത് കൊണ്ട് പ്രേമമൊന്നും അഭിനയിക്കാതെ ഞാൻ എല്ലാവരോടും നല്ല സൗഹൃദത്തിലാണ് പെരുമാറിയത്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതൽ എൻ്റെ മനസ്സിൽ മാറ്റങ്ങൾ വന്ന് ഒരാളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് എൻ്റെ ഒരു സാറ് തന്നെയാണ്. എന്നെ ആദ്യം പഠിപ്പിച്ച ആളല്ല, പക്ഷെ ഞങ്ങളുടെ കോളേജിൽ തന്നെയുള്ള ഒരു അധ്യാപകനാണ്. കാണാൻ എൻ്റെ മനസ്സങ്കല്പത്തിൽപ്പെട്ട ഒരാൾ. പക്ഷേ അന്ന് പുള്ളിക്ക് 10-40 വയസ്സുണ്ട്. സ്ത്രീകൾക്കൊക്കെ അദ്ദേഹത്തോട് വലിയ കാര്യമാണ്. എല്ലാവരോടും നല്ല സ്നേഹത്തിലാണ് സംസാരിക്കുന്നത്. പിന്നെ കലാപ്രവർത്തനങ്ങളുടെയൊക്കെ കോർഡിനേറ്ററുമാണ്. പുള്ളിയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു ഹൃദ്യമായ ഗന്ധമാണ്. അദ്ദേഹം ഉപയോഗിക്കുന്ന സ്പ്രേയുടെ മണം എനിക്ക് വല്ലാതെ ഇഷ്ടമായിരുന്നു. അത് ശ്വസിക്കാൻ വേണ്ടി ഞാൻ ഓടിയടുത്ത് ചെല്ലുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ കിന്നാരം പറയുകയും ചെയ്യും. ആദ്യമൊക്കെ വെറും കൗതുകമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് എനിക്ക് അഗാധമായ പ്രണയം അദ്ദേഹത്തോട് തോന്നി. പക്ഷേ എൻ്റെ കൂട്ടുകാരികളോടോ വീട്ടുകാരോടോ ആരോടും പറയാൻ പറ്റില്ല. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അദ്ദേഹത്തോട് അതൊട്ട് എക്സ്പ്രസ് ചെയ്യാനും പറ്റില്ല. എന്നേക്കാൾ ഒത്തിരി മുതിർന്ന ആളാണ്. പിന്നെ കല്യാണം കഴിച്ചതാണ്, കുട്ടികളുമുണ്ട്. ഭാര്യ മറ്റൊരു കോളേജിലെ അധ്യാപികയാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ കണ്ടിട്ടില്ല. സെക്കൻഡ് ഇയറിൽ ഞങ്ങളുടെ കോളേജിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കണ്ടത്. ഞാൻ ഞെട്ടിപ്പോയി. യാതൊരുവിധ ഐശ്വര്യവുമില്ലാത്ത ഒരു സ്ത്രീ, മെലിഞ്ഞ് ഉണങ്ങിയിരിക്കുന്ന ഒരു സ്ത്രീ. ഇത്രയും സുന്ദരനായ ഒരു പുരുഷന് എങ്ങനെയാണ് ഇങ്ങനൊരു ഭാര്യയെ കിട്ടിയത്? ഒട്ടും മാച്ചല്ല. എങ്ങനെയാണ് ഇത്രയും സുന്ദരനായ ഒരാൾ ഇങ്ങനൊരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നത്? എനിക്ക് അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ സ്നേഹത്തിനാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും കണ്ണും കാലും ഒന്നുമില്ല. എന്നാലും ഒരു രീതിയിലും ജോഡിപ്പൊരുത്തമില്ല. അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തെ ഞാൻ എൻ്റെ പൂമരക്കൊമ്പിൽ ഏറ്റവും മുകളിലാണ് പ്രതിഷ്ഠിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരുമായി താരതമ്യം ചെയ്യുമ്പോഴേക്കും എനിക്ക് ഒട്ടും അങ്ങോട്ട് സ്വസ്ഥതയില്ല. ഇത് ശരിയാകില്ല, ഇങ്ങേർക്കെന്താ കണ്ണില്ലേ എന്നൊക്കെ ഞാൻ ഓർത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീയേക്കാൾ 100 ഇരട്ടി സൗന്ദര്യം എനിക്കുണ്ടെന്ന് തോന്നിപ്പോയി. ഞാൻ വളച്ചാൽ വളയും, അല്ലെങ്കിൽ അടുത്ത് പെരുമാറിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്നോട് ഇഷ്ടം തോന്നുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആ ഫംഗ്ഷനോട് കൂടി ഞാൻ മറ്റു പല കാര്യങ്ങളും ചിന്തിച്ചു തുടങ്ങി. ഇനി അടങ്ങിയിരുന്നിട്ട് കാര്യമില്ല. മറ്റാണുങ്ങളൊക്കെ എൻ്റെ പുറകെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ സാറിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ കാര്യങ്ങൾ നല്ലവണ്ണം നടക്കും. ഇനിയെങ്കിലും ഞാൻ പ്രണയത്തിന് വേണ്ടി ശ്രമിക്കണം എന്ന് വിചാരിച്ച് ഞാൻ പുള്ളിയോട് കൂടുതൽ അടുത്ത് പെരുമാറാൻ തുടങ്ങി. ഒരു വട്ടം നിലവിട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൈമുട്ട് വെച്ച് അമർത്തി ഞാനൊരു സിഗ്നൽ കൊടുത്തു. അന്ന് അദ്ദേഹം എന്നെ രൂക്ഷമായി നോക്കി. ഞാൻ ചൂളിപ്പോയെങ്കിലും എൻ്റെ ഇംഗിതം അറിയിക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. പിന്നീട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, എന്തുദ്ദേശിച്ചാണ് നീ ഇടയ്ക്ക് തുള്ളിച്ചാടുന്നത്? എങ്ങോട്ടാണ് നിൻ്റെ പോക്ക്? ഞാൻ നിൻ്റെ അധ്യാപകനാണ്, നീ എന്താ കാണിച്ചെന്ന് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ച് എന്നെ ശാസിച്ചു. ഞാൻ പറഞ്ഞു, എന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായ ഓർമ്മയുണ്ട്. ഞാൻ പ്രായപൂർത്തിയായ ഒരു സ്ത്രീയാണ്. ആഗ്രഹങ്ങൾ തോന്നുമ്പോൾ അത് പ്രകടിപ്പിക്കണം. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതും ആശിച്ചതും കിട്ടാതെ പോയാലോ? ട്രൈ ചെയ്ത് നോക്കാൻ എപ്പോഴും ആളുകൾ തയ്യാറായിരിക്കണം എന്ന് പറഞ്ഞു. സാർ എന്നെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ പുള്ളി ഇത്തിരി മൃദു സ്വഭാവിയാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. അന്നത്തെ സമയത്ത് എൻ്റെ മനസ്സ് അന്ധത കൊണ്ട് മൂടിയിരുന്നു. എനിക്ക് ആഗ്രഹിച്ചത് കിട്ടിയടങ്ങൂ. അതുകൊണ്ട് തന്നെ ഞാൻ പുറകെ നടന്നു. പുള്ളി റിസ്കുകളെക്കുറിച്ച് പറഞ്ഞ് എന്നെ ബോധ്യപ്പെടുത്തി. എനിക്ക് ഫാമിലിയുണ്ട്, നിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല, ഇപ്പോഴത്തെ കാലത്ത് എന്തെങ്കിലും വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞ് ലംഘിച്ചെന്ന് പറഞ്ഞ് അവസാനം ആണുങ്ങൾക്ക് പ്രശ്നമാകും. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പം ഉണ്ടാകില്ല. ഇവിടെ പഠിക്കുന്ന കാലത്തോളം ഞാൻ സാറിൻ്റെ അടുത്ത് വന്നോട്ടെ. അത് കഴിയുമ്പോഴേക്കും പഠിത്തം കഴിഞ്ഞ് എൻ്റെ വീട്ടുകാരനെ ഉടനെ തന്നെ കെട്ടിച്ചു വിടും. എൻ്റെ ജാതകത്തിൽ അങ്ങനെയാണ്. അതുവരെ ഞാൻ സാറിൻ്റെ കൂടെ നിന്നോളാം. ബാക്കി ഒന്നിനും ശല്യപ്പെടുത്തില്ല. ഒരു രീതിയിലും വേറെ ഒരു ബഹളത്തിനും വരില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ
ഒത്തിരി ഞാൻ പുറകെ നടന്നു. ഇതിനിടയ്ക്ക് മറ്റു പല സുഹൃത്തുക്കളും എൻ്റെ പുറകെ നടക്കുന്നുണ്ട്, പ്രേമം പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ അതൊന്നുമില്ല. ഒട്ടും അങ്ങോട്ട് ഉള്ളിലേക്ക് കയറുന്നില്ല. കാര്യം ഈ ഒരു ചിന്ത ഉള്ളിലേക്ക് കയറിക്കിടന്ന് പരന്ന് കിടക്കുകയാണ്. അവസാനം ഞാൻ വിരിച്ച വലയിലേക്ക് പുള്ളി വീണു. തനിയെ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ റെൻറ്റഡ് ഹൗസിലേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാൻ തുടങ്ങി. അവിടെ വെച്ച് എന്നോട് ഏറ്റവും നല്ല രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും കൂട്ടുനിൽക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിൽ നിന്ന് സ്നേഹം പിടിച്ചു വാങ്ങിയെടുക്കാൻ ഞാൻ മിടുക്കിയായിരുന്നു. ഇടയ്ക്ക് അങ്ങോട്ട് ഞാൻ ചില വീഡിയോകൾ അയച്ചു കൊടുക്കും. അടുത്ത തവണ കാണുമ്പോൾ എന്താണ് എങ്ങനെയാണെന്ന് ഇതിൽ നോക്കിക്കോണം എന്ന് പറയും. കാര്യം അദ്ദേഹം ഒരു അധ്യാപകനായതുകൊണ്ടായിരിക്കും. പല കാര്യങ്ങൾക്കും മടിയായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് മടിക്കരുത്. കാര്യം മടിയെന്നുള്ള പദം ഇതിൽ ഇല്ല. ഞാൻ ന്യൂ ജനറേഷനാണ്. മൂലമറ്റത്ത് കറങ്ങുന്ന ജനറേറ്റർ പോലെ ഒരിക്കലും നിൽക്കാതെ നമ്മുടെ ബന്ധം മുന്നോട്ട് പോകണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. എല്ലാ കാര്യങ്ങൾക്കും ഞാൻ തന്നെ ഗൈഡൻസ് കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹത്തെ ഒരു ന്യൂ ജെൻ സ്റ്റൈലിൽ ചെറുപ്പക്കാരൻ്റെ രീതിയിലേക്ക് ഞാൻ മാറ്റിയെടുത്തത്. ഈ ബന്ധത്തിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചിരുന്നു. ശല്യം ചെയ്യാതിരിക്കാനും ഞാൻ മാക്സിമം ശ്രമിച്ചു. പിന്നെ അദ്ദേഹത്തിന് ഞാനൊരു ബാധ്യതയായിരിക്കില്ല എന്ന് ആദ്യമേ മനസ്സിലുറപ്പിച്ചു. കാര്യം പ്രേമമാണ്, സ്നേഹമാണെങ്കിലും ഓക്കെ, ഇതൊന്നും സക്സസ്ഫുള്ളി എന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. വീട്ടുകാർ പറയുന്ന പോലെ കേൾക്കുകയും വേണം. അതുകൊണ്ട് ഉള്ള കാലം നല്ല രീതിയിൽ കഴിയാം എന്ന് തന്നെയായിരുന്നു എൻ്റെയും മോഹം. വളരെ പ്രാക്ടിക്കലായിട്ട് പോയാലേ ഇത്തരം കാര്യങ്ങൾ നന്നായി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു. ഇഷ്ടമുള്ളത് ആസ്വദിക്കുക, ഉള്ളപ്പോൾ ഓണം പോലെ, ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ള രീതി തന്നെ ഞാൻ അവലംബിച്ചു. ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞാൻ സമൂഹത്തിൽ നിന്നതുകൊണ്ട് ഈ ബന്ധം ആരും പറഞ്ഞില്ല. എൻ്റെ കാര്യങ്ങൾ തകൃതിയായി മുന്നോട്ട് പോവുകയും ചെയ്തു. പിന്നെ എനിക്ക് ബെനിഫിറ്റ് ഒന്നും ഉണ്ടായില്ലെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഏകദേശം 7 പവൻ അദ്ദേഹം എനിക്ക് ഗിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. എൻ്റെ കോഴ്സ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വിവാഹത്തിനുള്ള കൂപ്പുകുട്ടലുകൾ വീട്ടുകാർ നടത്താൻ തുടങ്ങി. ആ സമയത്ത് സാറിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പിരിയാം എന്നുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞാൻ പിരിയുകയും ചെയ്തു. പിന്നീട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വിവാഹം പെട്ടെന്ന് നടത്തുകയും ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ചില ജാതകത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നെന്ന്. അങ്ങനെയാണ് ചേർന്ന ജാതകവുമായി എൻ്റെ വിവാഹം നടന്നത്. ഭർത്താവിന് ജോലി ഒരു ഇൻഷുറൻസ് കമ്പനിയിലാണ്. നല്ല സാലറിയുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു ദാമ്പത്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. പിന്നെ അത് മാത്രമല്ല, സംസാരിച്ചിടത്തോളം സ്ത്രീകളോടൊക്കെ സംസാരിക്കാൻ ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ്. അനുഭവജ്ഞാനം വളരെ കുറവാണെന്ന് എനിക്ക് മനസ്സിലായി. അതറിഞ്ഞപ്പോഴാണ് എനിക്ക് പാതി സമാധാനമായത്. അപ്പോൾ ഒരു മാറ്റങ്ങളും തിരിച്ചറിയാത്ത ആളായിരിക്കും ഞാൻ. രക്ഷപ്പെട്ടു. കല്യാണത്തിന് മുമ്പ് തന്നെ എൻ്റെ ഭർത്താവ് പറഞ്ഞു, എനിക്ക് വല്ലാത്ത നാണവും പേടിയൊക്കെയാണ്, സ്ത്രീകളുമായിട്ട് അടുത്ത് ഇടപെട്ടിട്ടില്ല, പ്രേമമില്ലായിരുന്നു എന്നൊക്കെ. ഞാൻ പറഞ്ഞു, സാരമില്ല, ആരും എക്സ്പീരിയൻസ് കൊണ്ടൊന്നുമല്ല വിവാഹ ജീവിതത്തിലേക്ക് വരുന്നത്. എല്ലാം നമുക്ക് പരസ്പരം ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് യാത്ര ചെയ്തു. അന്ന് പുള്ളിക്ക് വല്ലാത്തൊരു സങ്കോചമായിരുന്നു. ഞാനാണ് പറഞ്ഞത്, സാരമില്ല, മുത്തങ്ങൾ കൊണ്ട് എന്നെ പൊതിയൂ, ഞാൻ നിങ്ങളുടെ സ്വന്തമാണ്, ഭാര്യയല്ലേ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയുള്ള ഒരാളാണെന്ന് ഒന്ന് പരീക്ഷിക്കാൻ ശ്രമിച്ചു. അന്ന് സ്റ്റാർട്ടിങ് ട്രബിൾ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെയും 2-3 വട്ടം കൂടെ ഞാൻ പല കാര്യങ്ങൾക്കും വിളിച്ചു. ഒരു ദിവസം ഞാൻ, സാരമില്ല, എന്നാലും നിങ്ങൾ എൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആളല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു പരീക്ഷണത്തിൽ കൂടി എൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളിടത്തോളം ഉണ്ടോ എന്നുള്ളതും ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തു. കടുത്ത നിരാശയായിരുന്നു എനിക്ക് ഫലം. ബുള്ളറ്റ് ട്രെയിൻ പ്രതീക്ഷിച്ചെടുത്ത് എനിക്ക് ഒരു പെട്ടിയോട്ട കണ്ട അനുഭവമായിരുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി, ഇത് ഒരു നടക്കി പോകില്ല. ഞാൻ ഈ വിവാഹ ജീവിതത്തിൽ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്തുകൊണ്ട് വീട്ടുകാർക്ക് ഇഷ്ടമാണ്, ചുറ്റുപാടുകളെല്ലാം ഓക്കെയാണ്. പക്ഷേ എന്നാലും എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. എത്ര അറിയാത്ത ആളാണെന്ന് പറഞ്ഞാലും എൻ്റെ മാറ്റങ്ങൾ പുള്ളിക്കാരന് മനസ്സിലാകുമോ എന്ന് വലിയൊരു ഭയം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ്, സാറുമായിട്ട് എല്ലാ കണക്ഷനും ഞാൻ നിർത്തിയിരുന്നു. അതുകൊണ്ട് ഞാൻ നേരിൽ പോയി കണ്ടു. എന്നിട്ട് ഈ ഡൗട്ടുകളൊക്കെ ഒന്ന് ചോദിച്ചു. പുള്ളിക്കും വലിയ പിടിയില്ല.
പിന്നീട് എക്സ്പേർട്ടായ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം പഴയപടിയാക്കാൻ പറ്റുന്ന ചെറിയൊരു സർജറി ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ സാറാണ് ക്യാഷ് തന്നത്. ഞാൻ റെഡിയാക്കിയെടുത്തു. എന്നാലും കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു 3 മാസത്തോളം റെസ്റ്റ് വേണം. അതെങ്ങനെ ശരിയാക്കിയെടുക്കും എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. എങ്കിലും ഞാൻ വിവാഹം കഴിഞ്ഞ് 2-3 മാസത്തോളം പറഞ്ഞു, എനിക്ക് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒത്തിരി താമസമാണ്, പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞു. വിവാഹത്തിന് മുമ്പ് കണ്ട എൻ്റെ ആവേശം എവിടെ പോയെന്ന് പുള്ളി ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നാലും എനിക്ക് സാവകാശം വേണം, എനിക്ക് ഇത്തിരി പേടിയുണ്ട്, അന്ന് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് നിങ്ങളോട് അങ്ങനെ പെരുമാറിയതാ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും പുള്ളി വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം ഓക്കെ ആയിരുന്നു. ഒരു പുതുപുത്തൻ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഞാൻ കടക്കുകയും ചെയ്തു. മറ്റു കാര്യങ്ങളൊക്കെ മറന്ന് ഭർത്താവിൻ്റെ വീട്ടുകാരുമായി താതാത്മ്യം പ്രാപിച്ച് ഞാൻ അവിടെ നല്ലൊരു മരുമകളായി പറ്റിക്കൂടി. എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛന് സ്വന്തമായൊരു സൂപ്പർ മാർക്കറ്റുണ്ട്. അതുകൊണ്ട് അദ്ദേഹം നല്ല ബിസിയാണ്. എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. എങ്കിലും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല. എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും, മോളെ നീ സൂപ്പർ മാർക്കറ്റിൽ വന്ന് അക്കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സൂപ്പർവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ചിലപ്പോഴൊക്കെ ഞാനും പോകാറുണ്ട്. ആ സമയത്തും അമ്മായിച്ചൻ നല്ല ബിസി ആയിരിക്കും. പിന്നെ പുള്ളിയെ കാണാൻ വേണ്ടിയിട്ട് ധാരാളം ആളുകൾ വരാറുണ്ട്. ഒരു വട്ടം കല്യാണം കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ക്യാബിൽ ഇരിക്കുമ്പോഴുണ്ട് ക്യാമ്പിലേക്ക് പെട്ടെന്ന് എൻ്റെ സാറ് കടന്നു വന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങനോടെല്ലാം പറഞ്ഞതാണ്, ഇനി പഴയ കാര്യങ്ങളൊന്നും ഒരിക്കലും ആവർത്തിക്കില്ല, എല്ലാം മറക്കണം. പിന്നെന്തിനാണ് പുള്ളി എൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ തപ്പിപ്പിടിച്ച് എന്നെ സൂപ്പർ മാർക്കറ്റിൽ കാണാൻ വന്നത്? എന്നെ കണ്ട അദ്ദേഹവും അദ്ദേഹത്തെ കണ്ട് ഞാനും ഒന്ന് ഞെട്ടി. എന്തിനാ വന്നത് ഒരു പിടിയുമില്ല, ഒന്നും ചോദിക്കാനും പറ്റില്ല. ഇങ്ങനെ നിന്നപ്പോഴേക്കും അമ്മായിച്ചൻ വന്ന് സാറിന് കൈ കൊടുത്തു. എന്നെ പരിചയപ്പെടുത്തി, ഇതാണ് എൻ്റെ മരുമോളെന്ന്. അപ്പോൾ സാറ് പെട്ടെന്ന് പറഞ്ഞു, എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു, എനിക്കറിയാമെന്ന്. പെട്ടെന്ന് അമ്മായി ചോദിച്ചു, ആ മോളുടെ സാറാണത്? ഞാൻ പറഞ്ഞു, അതെ, എന്നെ അധികം പഠിപ്പിച്ചില്ല, പക്ഷേ ഞങ്ങളുടെ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു സാറാണ് സാറ്. ശരിക്കും സാറ് സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ, അതുകൊണ്ട് സാറിൻ്റെ അനിയനാണ് ബിസിനസ്സും മറ്റും നോക്കി നടത്തുന്നത്. അവർക്ക് സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്, അതിന് കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അമ്മായിച്ചനാണ്. ഇപ്പോൾ 6-7 മാസമായിട്ട് അമ്മായിച്ചനാണ് അവരെ ഗൈഡ് ചെയ്യുന്നത്. ഇനിയും കൂട്ടുചേർന്ന് ഒത്തിരി ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ ഉണ്ടാക്കാൻ സാറിന് പ്ലാനുണ്ട്. ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ കാര്യങ്ങൾ ആരോട് പറയില്ലെന്ന്. ഇല്ല, നമ്മൾ ജസ്റ്റ് കാണുമ്പോൾ ചിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്നും എനിക്കറിയില്ല, കുട്ടിക്കും ഒന്നും അറിയില്ല, അങ്ങനെ ഭാവിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ആശ്വസിച്ചു. ഇതിനിടയ്ക്ക് പലപ്പോഴും സാറിനെ ഞാൻ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അമ്മാച്ചനും സാറും കൂടെ ദീർഘനേരം സംസാരിക്കുന്നു. അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല, അധികം സംസാരിക്കാനും പോയില്ല. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം അമ്മാച്ചനോട് പറഞ്ഞു, മോളെ, വളരെ അത്യാവശ്യമായൊരു കാര്യം മോളോട് പറയാനുണ്ട്, തനിച്ച് പറയേണ്ട ഒരു കാര്യമാണ്, ഇന്ന് നമുക്ക് ഒരു ഡ്രൈവിന് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ വരാമല്ലോ, പക്ഷേ നീ എന്നോട് സത്യം ചെയ്യണം, നിൻ്റെ ഭർത്താവിനോട് നീ ഒരിക്കലും ഇത് പറയരുത്. ഞാൻ പറഞ്ഞു, പറയില്ല, പക്ഷേ എന്താ വെച്ചാൽ അത്രയും വലിയ രഹസ്യം അതുണ്ട്, നമുക്കെല്ലാവർക്കും ഗുണമുള്ള കാര്യം തന്നെയാണ്, നീ പേടിക്കേണ്ട കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് ഒന്ന് ആശ്വസിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കാര്യമൊന്നും ആയിരിക്കില്ല. അങ്ങനെ വൈകിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് കറങ്ങാൻ പോയി. ആ സമയത്ത് അമ്മായിച്ചനോട് പറഞ്ഞു, മോളെ, ഇവിടെ വലിയൊരു മാൾ വരുന്നുണ്ട്, അവിടേക്ക് നമുക്ക് ഒരു ഔട്ട്ലെറ്റ് തുറക്കണമെന്നുണ്ട്. പക്ഷേ പിടിവലിയാണ്. രാഷ്ട്രീയക്കാരനായ ഒരാൾ നമ്മളെ സഹായിച്ചെങ്കിൽ മാത്രമേ ആ കാര്യങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലച്ച, അച്ഛനിത് എന്നോട് പറയാൻ എന്താ കാരണം? മോളെ, നമ്മുടെ കുടുംബത്തിന് ബിസിനസ് അല്ലേ, അത് മോളും കൂടി അറിഞ്ഞിരിക്കണ്ടേ? ഓക്കെ അച്ഛ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ്? വലിയൊരു പ്രശ്നമാണ്. കാര്യം, പണത്തിൽ വീണു പോകുന്ന ഒരാളല്ല അയാൾ. അതല്ലാതെ ചില മാർഗങ്ങളിൽ കൂടി മാത്രമേ അദ്ദേഹം നമുക്ക് ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. അതെന്താ അച്ഛാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിച്ചൻ എൻ്റെ കയ്യിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, മോള് വിചാരിച്ചാൽ ഈ കാര്യങ്ങൾ ഈസി ആയിട്ട് നടക്കും, എല്ലാ കാര്യങ്ങളും ശരിയാകും. എന്താ അച്ഛാ, അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? മോളെന്തായാലും കണ്ടു കഴിഞ്ഞാൽ ഒരു കോളേജ് കുട്ടിയെ പോലെ ഇരിക്കുകയാണ്. വിവാഹിതയൊന്നും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അച്ഛൻ പറഞ്ഞു വരുന്നത് എന്താണ്? മോളെ, പണം വീക്ക്നെസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പണം കൊടുക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ് സുന്ദരികളാണ്.
ഞാൻ നോക്കിയിട്ട് നിന്നേക്കാൾ വലിയ ഒരു സുന്ദരി ഇവിടെയില്ല. അച്ഛാ, അച്ഛൻ എന്തൊക്കെയാണ് പറഞ്ഞത്? വല്ല ബോധമുണ്ടോ? നല്ല ബോധമുണ്ട് മോളെ. കാര്യങ്ങളൊക്കെ ഞാൻ നിൻ്റെ സാറിനോട് പറഞ്ഞു. സാറിപ്പോൾ പറഞ്ഞത് നീയാണ് അതിന് ഏറ്റവും കൂടുതൽ ആപ്റ്റെന്നാണ്. സാർ കഥകളെല്ലാം എന്നോട് പറഞ്ഞു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയാൻ മാത്രം സൗഹൃദം ഞങ്ങൾക്കിടയിലുണ്ട്. പിന്നെ നീ വിചാരിക്കുന്ന പോലെ നിൻ്റെ സാറ് നിന്നെ മാത്രം നോക്കി നടന്ന ഒരാളല്ല. അദ്ദേഹത്തിൻ്റെ പുറകെ ഓരോ കാലഘട്ടത്തിലും ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആൾക്കാരെ അദ്ദേഹം തിരഞ്ഞെടുക്കുമെങ്കിലും ആദ്യം വേണ്ട വേണ്ടെന്ന് മാത്രമേ പറയുകയുള്ളൂ. എല്ലാ ഉത്തരവാദിത്തങ്ങളും പുള്ളി പുറകിൽ ചെല്ലുന്ന ആ പെൺകുട്ടികളുടെ തലയിൽ വെച്ച് കൊടുക്കും. അപ്പോൾ അവളുമാർ തന്നെ റിസ്ക് ഇല്ലാതെ അത് ഹാൻഡിൽ ചെയ്യും. ഭാര്യയുടെ വഴിക്ക് അങ്ങേർക്ക് ധാരാളം പണമുണ്ട്. ഇപ്പോൾ ആ പണമൊക്കെ ഉപയോഗിച്ചിട്ടാണ് അനിയനും അയാളും കൂടെ ബിസിനസ്സുകളൊക്കെ പടുത്തുയർത്തുന്നത്. ഭാര്യ ഒരു പാവമാണ്, അവർക്കൊന്നും അറിയില്ല. അതുകൊണ്ട് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ പല ബന്ധങ്ങളിൽ കൂടി കടന്നു പോയ ഒരാളാണ് നിൻ്റെ സാറ്. നീ ഓർക്കും നീ അങ്ങോട്ട് പോയി എല്ലാം നേടിയെടുത്താണെന്നും. അങ്ങനെയൊന്നുമല്ല മോളെ. പുള്ളി വിശദമായ കാര്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ പറയണമെന്നില്ലല്ലോ. എനിക്ക് നിന്നോട് അതിൻ്റെ പേരിൽ യാതൊരു വിരോധവുമില്ല. മനുഷ്യൻ നിലനിൽപ്പിനും ഇഷ്ടത്തിനും വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും കാട്ടിക്കൂട്ടും. അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. നല്ലവനാണെന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പക്ഷേ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ മോള് എൻ്റെ കൂടെ നിൽക്കണം. 1, 2, 3 അതിനുള്ളിൽ തന്നെ നമുക്ക് ശരിയാക്കിയെടുക്കാം. അച്ഛൻ പറഞ്ഞു വരുന്നത് 1, 2, 3 മാക്സിമം 3 വട്ടം അദ്ദേഹത്തെ മീറ്റ് ചെയ്യേണ്ടി വരും മോള്. അത് കഴിയുമ്പോഴേക്കും നമ്മളുടെ കാര്യങ്ങൾ ഓക്കെ ആകും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, റിസ്ക് ഇല്ല. പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ഞാനിപ്പോൾ മരുമകളാണ്, ഭർത്താവിൻ്റെ അനുസരണമുള്ള ഭാര്യയാണ്, ശീലാവതിയാണ് എന്നൊക്കെ പറഞ്ഞ് ഡിഫെൻസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് നടക്കില്ല. കാര്യം അങ്ങനെയൊന്നുമല്ലെന്ന് എനിക്ക് തെളിവ് സഹിതം അറിയാം. അതുകൊണ്ട് നല്ല രീതിയിൽ ദാമ്പത്യം മുന്നോട്ട് പോകണം. വീട്ടിൽ സമാധാനം വേണം. ഭർത്താവ് എപ്പോഴും കൂടെ കാണണം. വീട്ടുകാരും നാട്ടുകാരും നിന്നെ മതിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കൂടെ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. നമ്മളുടെ ബിസിനസ്സിന് പ്രോഫിറ്റും നിനക്ക് സെപ്പറേറ്റ് ഞാൻ തരുന്നതായിരിക്കും. പക്ഷേ നിനക്കൊന്നും പറ്റില്ല, ഒന്നും അറിയില്ലെന്ന് മാത്രം പറയരുത്. അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. എൻ്റെ സ്വഭാവം മാറേണ്ട അവസ്ഥ വരും എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും വേണ്ടിയില്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ആലോചിച്ചാൽ മാത്രം പോരാ, നീ പോസിറ്റീവായി തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടുപോയെന്ന് മനസ്സിലായി. പണ്ട് എൻ്റെ ഇളക്കം കൊണ്ട് ഞാൻ ചാടിയിറങ്ങി. ഇപ്പോൾ അതിൻ്റെ ഫലമായി എനിക്ക് പിന്നെയും വേറെ പ്രശ്നങ്ങളിലേക്ക് കടക്കാൻ അവസരം വന്നിരിക്കുന്നു. മാനേജ് ചെയ്യാം, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? കാര്യം സാറിങ്ങനെ ഒറ്റിക്കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എല്ലാം കള്ളന്മാരാണ്. ഞാനൊരു കള്ളിയാണല്ലോ എന്നോർത്ത് കഴിഞ്ഞപ്പോഴേക്കും അമ്മാച്ചിനെ സഹായിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ആ നേതാവിനെ കാണാൻ ഞാൻ പോയത്. ശരിയാണ്, 1, 2, 3 പിന്നെ ഈ പറഞ്ഞതുപോലെ അവിടെ വലിയ സംഭവങ്ങളൊന്നുമില്ല. പുള്ളിക്ക് ഈ പറഞ്ഞതുപോലെ ഞാനൊരു സ്റ്റുഡൻ്റ് ആണെന്ന് തോന്നുന്ന രീതിയിലായിരുന്നു അവിടെ പ്രസൻറ്റ് ചെയ്തത്. അതുകൊണ്ട് വലിയ സന്തോഷം. എനിക്കാണെങ്കിൽ ഒന്നും അറിയുകയുമില്ല. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ എന്നുള്ള മട്ടിൽ കാര്യങ്ങൾ എല്ലാം ഓക്കെയായി. അദ്ദേഹം അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞതിൽ പിന്നെ അമ്മാച്ചനോട് പറഞ്ഞു, ഇനിയിപ്പോൾ നീ ഈ വഴിക്ക് വരികയേ വേണ്ട, നമ്മൾ പഴയ പോലെ തന്നെ മുന്നോട്ട് പോകുന്നു. പ്രായമായ ആ നേതാവിനെ മാനേജ് ചെയ്യാൻ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിൽ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ മാത്രം ഒന്നും തോന്നിയതുമില്ല. പക്ഷേ പിന്നീട് അമ്മായിച്ചൻ ഞാൻ എല്ലാവരും കൂടി ചേർന്നിട്ട് എപ്പോഴും സംസാരിക്കുന്ന നിലയിലേക്കെത്തി. മാഷും കൂടെ കൂടി എന്നെ ഒറ്റയെങ്കിലും നല്ലൊരു കാര്യത്തിനും ബിസിനസ്സിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടല്ലേ നീ ക്ഷമിക്കുമെന്ന് പറഞ്ഞു. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിച്ചനും സാറും കൂടി നല്ലൊരു എമൗണ്ടാണ് എനിക്ക് തന്നത്. അത് ഭർത്താവ് അറിയാതെ എൻ്റെ പേരിൽ വേറെ ബാങ്കിലിട്ടു. അതോടുകൂടി എനിക്ക് നല്ല കോൺഫിഡൻസായി. ഭർത്താവിനോട് പറഞ്ഞിട്ട് അമ്മായിച്ചൻ എന്നെ അവിടേക്ക് നിയമിച്ചു. അമ്മായിച്ചൻ്റെ പല ബിസിനസ്സുകളും ഞാനും കൂടി ചേർന്ന് നോക്കി നടത്താൻ തുടങ്ങി. ഹസ്ബൻഡിന് യാതൊരു സംശയവുമില്ല. പിന്നെ അച്ഛനെ ഇത്തിരി പേടിയുള്ളത് കൊണ്ട് ഒന്നും എതിർത്ത് പറയാനും പറ്റിയില്ല. അച്ഛൻ്റെ കൂടെ പല സ്ഥലത്തും ഞാൻ കറങ്ങി നടന്നു. അപ്പോൾ അച്ഛൻ ഒരു ദിവസം എന്നോട് ചോദിച്ചു, ഞാൻ നിന്നോട് അനുവാദം ചോദിക്കണമെന്ന്
കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും നീ എന്നേക്കാൾ മുതിർന്ന ഒരു നേതാവിനെയാണ് മാനേജ് ചെയ്തത്. അങ്ങനെയാകുമ്പോൾ എന്നോട് നിനക്ക് അപ്രിയം ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒന്നും അറിയാത്ത പോലെ പാവം നടിച്ച് അന്ന് എൻ്റെ കൂടെ നിന്ന ആ ഒരു സാറില്ലേ, സാറാണ് എനിക്കെപ്പോഴും ആദ്യത്തെ ആൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് എനിക്ക് വല്ലാത്ത ഒരിഷ്ടമുണ്ട്. ആ ബന്ധം എനിക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും അച്ഛൻ എനിക്ക് ശരിയാക്കി തന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ ആ ഒരു അഭ്യർത്ഥനയും ഞാൻ പരിഗണിക്കാം. അല്ലെങ്കിൽ ഞാൻ നിൽക്കില്ല. കാര്യം എനിക്കിനി മുന്നും പിന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും റിസ്ക്കുള്ള ജീവിതം തന്നെയാണ്. ഭർത്താവ് പോയെങ്കിൽ പോയിട്ടെ എന്ന് ഞാൻ വിചാരിക്കും. കാര്യം എൻ്റെ ജീവിതം അത്യാവശ്യം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പൈസ നിങ്ങൾ തന്നെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കാരും പേടിക്കേണ്ട കാര്യമില്ല. ഇനി എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങേരിങ്ങനെ ഇനി ഒത്തിരി അർമാദിക്കേണ്ട കാര്യമില്ല. എന്നെ തന്നെ അങ്ങേർ ഇനിയും സഹിക്കേണ്ടി വരും. എന്തായാലും ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ള മട്ടിൽ അമ്മായിച്ചൻ തലയാട്ടി സാറിനെ വിളിച്ചു വരുത്തി. ഇവളോട് സജീവമായുള്ള പഴയതുപോലുള്ള സ്നേഹബന്ധം തുടരണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഇത്തിരി പ്രശ്നമുണ്ടായിരുന്നു. കാര്യം മറ്റാരിലോ അപ്പോഴേക്കും പുള്ളി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. എന്നെപ്പോലെ ധാരാളം സ്ത്രീകൾ ഇങ്ങനെ പുറകെ നടക്കുകയല്ലേ, പലർക്കും ആവേശവുമാണ്. എന്നാലും എനിക്ക് എൻ്റെ പഴയ എക്സ്പീരിയൻസുകളൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതെനിക്ക് തിരിച്ചു വേണം. എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഞാൻ പറയുന്ന സമയത്ത് ഹാജരാക്കണം. അതിനു വേണ്ട എല്ലാ സെറ്റപ്പുകളും അമ്മായിച്ചൻ അവിടെ ഉണ്ടാക്കണം എന്ന് ഞാൻ വാശി പിടിച്ചു. അതെല്ലാം അമ്മായിച്ചനാണ് എനിക്ക് ശരിയാക്കി തന്നത്. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ സാറും ഞാനും തമ്മിലുള്ള സൗഹൃദം അതിശക്തമായി മുന്നോട്ട് പോയി. അങ്ങനെ ആ സൗഹൃദത്തിൻ്റെ പടവുകൾ 3-4 ചവിട്ടിയ ശേഷമാണ് അമ്മായിച്ചൻ സൗഹൃദത്തിൽ എനിക്ക് ഒരു കരുണ കാണിക്കാനായത്. പക്ഷേ അതും എനിക്ക് ഒത്തിരി സഹായമായി ഭവിച്ചു. കാര്യം വ്യത്യസ്തതകളുടെ ആഴം, അത് മാഡം എപ്പോഴും പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ വ്യത്യസ്തതകൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും ഇതെല്ലാം മിസ് ചെയ്യുന്ന ആളുകളാണ് ഭൂരിപക്ഷം ആളുകളും. പക്ഷേ എനിക്കങ്ങനെയല്ല. എല്ലാം പെട്ടെന്ന് കരഗതമായല്ലോ എന്നോർത്തു. അതുകൊണ്ട് തന്നെ 2 സൈഡിൽ നിന്നും എനിക്ക് ഭർത്താവല്ലാതെ ശക്തമായ സൗഹൃദങ്ങളുള്ളതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ഓരോ ദിവസവും എനിക്ക് രസകരമായിരുന്നു. പക്ഷേ കല്യാണത്തിന് മുമ്പ് വിശാലമായതെല്ലാം ഒതുക്കി ഞാൻ സാധാരണ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. പക്ഷേ ഇപ്പോൾ ഒരിക്കലും നമ്മൾ കരുതാത്ത രീതിയിൽ എല്ലാം തിരിച്ചു വന്നു. അതും അതിശക്തമായ 2 കൂട്ടുകെട്ടുകൾ. അതിനിടയിൽ എൻ്റെ ഭർത്താവ് ഒന്നുമല്ലെന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു. എങ്കിലും അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ. പക്ഷേ ക്രമേണ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. ഈ അടുത്ത ദിവസങ്ങളിൽ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, എന്താണ് ഇത്രയും വലിയ മാറ്റമെന്ന്. എനിക്ക് അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാകാം, ഇത്രയും നാളായില്ലേ എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി ഇപ്പോൾ ശരിക്കും സംശയത്തോടുകൂടി എന്നോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇത്രയും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്ന്. ഞാൻ അവിടെയും ഇവിടെയും തൊടാതെ സംസാരിച്ചു. പക്ഷേ അതിൻ്റെ പേരിൽ നിരന്തരം എന്നോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥം എനിക്ക് പറയാൻ പറ്റില്ല. യഥാർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹബന്ധം നഷ്ടപ്പെടും. ഞാൻ അമ്മായിച്ചോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിച്ചൻ പറയുന്നത്, ഒന്നും പറയണ്ട, കുറേ നാൾ കഴിയുമ്പോഴേക്കും ഭർത്താവ് അങ്ങ് അടങ്ങുമെന്നാണ്. അതൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഭർത്താവിനിപ്പോൾ നല്ല സംശയമുണ്ട് മാഡം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ടുള്ളവർ പറയും, കൂടെ കിടക്കുന്നതിന് മാത്രമേ രാപ്പനി അറിയൂ എന്ന് പറഞ്ഞതുപോലെ ഓരോ മനുഷ്യരും നമ്മുടെ കൂടെ സഹകരിക്കുമ്പോൾ അവർക്ക് നമ്മളെപ്പറ്റി എന്തെങ്കിലുമൊക്കെ മനസ്സിലാകുമല്ലോ. തീർച്ചയായിട്ടും ഇങ്ങനെ നിരന്തരമായുള്ള സൗഹൃദങ്ങൾ ഒത്തിരി മാറ്റങ്ങളുണ്ടാകും. അത് നിങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് അതിന് എല്ലാ കാര്യങ്ങളും ഒക്കെ റെഡിയാക്കിയിട്ട് വിവാഹജീവിതത്തിലേക്ക് വന്നൊരു സ്ത്രീയാണ്. പക്ഷേ പഴയകാല ചെയ്തികൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ വിശ്വസ്തത പുലർത്തി നിൽക്കാനുമായില്ല. മറ്റൊരാളെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് അതൊക്കെ അനുസരിക്കേണ്ടി വന്നു. പിന്നീട് നിങ്ങൾ ആ കൂട്ടുകെട്ടിൻ്റെ ഭാഗമാവുകയും ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൻ്റെ മുൻകാലങ്ങളിൽ ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നീട് നല്ലതോ ചീത്തയോ ഒക്കെ ആയി മാറാറുണ്ട്. ഇതാണ് എല്ലാവരും പറഞ്ഞത്, നമുക്ക് ഒരിടത്ത് തല നിവർത്തി നിൽക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ വലിയ തെറ്റുകൾ ഉണ്ടാകാതിരിക്കണം. എന്തായാലും ഇത്തരം കള്ളത്തരങ്ങളൊക്കെ കാണിച്ച് നിങ്ങൾ ഇത് ഡിഫെൻസ് ചെയ്ത് പോവുക, ഒന്നിനെയും കൂസാതെ നിൽക്കുക. ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും തെളിവുകൾ കിട്ടി എല്ലാം ഈ പറഞ്ഞതുപോലെ ചീറ്റിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ആ ദാമ്പത്യത്തിൽ നിന്ന് ധൈര്യപൂർവ്വം പുറത്തു പോവുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപോലെ ജീവിക്കുക. അല്ലാതെ ഇപ്പോൾ എല്ലാ രീതിയിലും നല്ലവളായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ അതറിയില്ല. അല്ലെങ്കിൽ സോൾവ് ചെയ്ത് ഇത് ജീവിക്കാനുള്ള ഒരു പദ്ധതി മനസ്സിൽ വേണം. അങ്ങനെയൊന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല.